സ്വാതന്ത്ര്യം മഹത്തായ ഒരു സാക്ഷാത്കാരമാണെന്ന ബോധം ആദ്യമായി കേരളീയന് പകർന്ന ദേശാഭിമാനിയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജാവ്. അധികാര ലോഭികളായി ഇവിടെ വന്ന ബ്രിട്ടീഷ് ശക്തിയെ ചുരുങ്ങിയ കാലയളവിലെങ്കിലും നേരിട്ട് വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ കോൽക്കാർ എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട നാട്ടുപടയുടെ ഇടപെടലിലൂടെയും വിദഗ്ധമായ സൈനിക വിന്യാസങ്ങളിലൂടെയും അദ്ദേഹത്തെ തകർക്കാൻ അവർക്ക് സാധിച്ചു. കോട്ടയം രാജകുടുംബത്തിലെ ഇളയ രാജാവായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ടിപ്പു സുൽത്താനെതിരായ ബ്രിട്ടീഷ് സമരങ്ങളിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച പഴശ്ശിരാജയെ അവഗണിച്ച് അദ്ദേഹത്തിന്റെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് ബ്രിട്ടീഷുകാർ കോട്ടയം പ്രദേശം പാട്ടത്തിന് വിട്ടുകൊടുത്തു. പഴശ്ശിരാജയുടെ സ്വന്തം ജനങ്ങൾ ഈ നന്ദികേടിനെതിരെ പ്രതിഷേധിച്ചു. അവർ പഴശ്ശിരാജയെ മുൻനിർത്തി ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. തുടർന്ന് 1795 ജൂണിൽ പഴശ്ശിരാജ നിർബന്ധപൂർവം എല്ലാ നികുതി പിരിവുകളും നിർത്തിവെപ്പിച്ചു. ഇതിനെ നേരിടാൻ ബ്രിട്ടീഷ് അധികൃതർ പട്ടാളത്തെ നിയോഗിച്ചു. എന്നിട്ടും നികുതി പിരിവ് സാധ്യമായില്ല. തുടർന്ന് പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ ബ്രിട്ടീഷുകാർ ഒരു ശ്രമം നടത്തി. അതും പക്ഷേ വിഫലമായി. ഇതോടെ പഴശ്ശിരാജ വയനാടൻ കാടുകളിലേക്ക് പിൻവാങ്ങി. ചരിത്രത്തിൽ ആദ്യമായി അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഒളിപ്പോർ മാർഗം തുറന്നു. ബ്രിട്ടീഷുകാരുടെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തിയും അവർക്ക് മറ്റ് അസൗകര്യങ്ങൾ സൃഷ്ടിച്ചും മുന്നേറിയ പഴശ്ശിയുമായി അധികം വൈകാതെ തന്നെ ബ്രിട്ടീഷുകാർ കൂടിയാലോചന നടത്തുകയും സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹത്തെ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ സൗഹൃദം അധികകാലം നീണ്ടുനിന്നില്ല. തുടർന്ന് വീണ്ടും പഴശ്ശിരാജ വനാന്തരങ്ങളിലേക്ക് പിൻവാങ്ങി. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മൈസൂറുമായും ബ്രിട്ടീഷുകാരോട് വിരോധം പുലർത്തുന്ന മറ്റ് സമാന മനസ്കരുമായും ബന്ധം പുലർത്തുകയും ഒരു ബ്രിട്ടീഷ് വിരുദ്ധ വിശാല മുന്നണി രൂപീകരിക്കുകയും ചെയ്തു. ഇതോടെ പൂർവാധികം ശക്തനായി തീർന്ന പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമര പരമ്പര തന്നെ ആരംഭിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിന് വൻപിച്ച നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത്. വയനാടൻ കുന്നുകളിൽ നിന്ന് സമതല പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങാൻ അവർ നിർബന്ധിതരായി. പിന്നീട് 1797 മാർച്ചിൽ കൂടുതൽ ശക്തി സംഭരിച്ച് ബ്രിട്ടീഷ് സൈന്യം വീണ്ടും മുന്നേറി. കേണൽ ഡോവിന്റെയും ലഫ്റ്റനന്റ് മീലിയുടെയും കീഴിലുള്ള 2 സൈനിക വിഭാഗങ്ങൾ നേരിട്ടെങ്കിലും കുറിച്യർ പടയും നായർ പടയും ചേർന്ന പഴശ്ശിയുടെ സംയുക്ത സൈന്യം അവർക്ക് വലിയ കെടുതികൾ ഉണ്ടാക്കി. വയനാട്ടിലെ ആദിവാസികളായ കുറിച്യർ പഴശ്ശി സൈന്യത്തിന്റെ നെടുംതൂണുകളായിരുന്നു. അമ്പ് ചുട്ടെയ്യുന്ന കുറിച്ചിപ്പട ശക്തമായ ഒരു പീരങ്കിപ്പടയുടെ പ്രയോജനമാണ് അക്കാലത്ത് ചെയ്തത്. ഈ സംയുക്ത സൈന്യത്തിന് നേരെ പിടിച്ചു നിൽക്കാനാകാതെ ബ്രിട്ടീഷുകാർ താഴ്വാരത്തേക്ക് പിൻവാങ്ങി. ഇതോടെ പരിക്ഷീണരായ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവുമായി സന്ധി ചെയ്യാൻ തയ്യാറായി. അവർ കുറുമ്പ്രനാട്ട് രാജാവുമായി ഉണ്ടാക്കിയിരുന്ന കരാർ റദ്ദു ചെയ്യുകയും പഴശ്ശിരാജയ്ക്ക് വർഷം തോറും 8000 രൂപ അടുത്തൂൺ അഥവാ പെൻഷൻ അനുവദിക്കുകയും ചെയ്തു. ഇതിന്റെ വെളിച്ചത്തിൽ ബ്രിട്ടീഷുകാരുമായി സമാധാനത്തിൽ കഴിയാമെന്ന് പഴശ്ശിരാജ സമ്മതിച്ചു. എന്നാൽ ഈ കരാർ ഏറെ നാൾ നിലനിന്നില്ല. ടിപ്പുവിന്റെ പതനത്തോടെ സ്വതന്ത്രമായ വയനാട് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പഴശ്ശിരാജ പ്രഖ്യാപിച്ചു. തുടർന്ന് വയനാട് കൈയടക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് നേരെ അദ്ദേഹം നീക്കം ആരംഭിച്ചു. ഈ സമരത്തിൽ അദ്ദേഹത്തിന് കുറിച്യർ നായർ പടകൾക്കൊപ്പം മുസ്ലിങ്ങളുടെ പിന്തുണയും ലഭിച്ചു. വയനാടൻ വനാന്തരങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം തീക്ഷ്ണമായ ഒളിപ്പോർ യുദ്ധങ്ങൾ ആരംഭിച്ചു. ഒന്നിനൊന്ന് ശക്തി ആർജിക്കുന്ന ഈ മലബാർ സിംഹത്തെ എന്തു വില കൊടുത്തും അമർച്ച ചെയ്യേണ്ടത് ബ്രിട്ടീഷുകാരുടെ അഭിമാന പ്രശ്നമായി. ഈ ദൗത്യവുമായി 1800-ൽ മലബാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ സർവ്വസൈന്യാധിപനായി ആർതർ വെല്ലസ്ലി നിയമിതനായി. പഴശ്ശിക്കെതിരെ ധൃതി പിടിച്ച് ഒരു ആക്രമണം നടത്താൻ വെല്ലസ്ലി ഒരുങ്ങിയില്ല. പകരം സാവധാനത്തിൽ പഴശ്ശിയെ കുരുക്കാനുള്ള കെണികൾ ഒരുക്കാനാണ് വെല്ലസ്ലി ശ്രമം ആരംഭിച്ചത്. സൈന്യത്തിന്റെ സുഗമമായ ഗതിക്ക് റോഡുകൾ നിർമ്മിക്കുക, തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ പട്ടാളക്കാരുടെ കാവൽ താവളങ്ങൾ ഒരുക്കുക, നാനാഭാഗങ്ങളിലേക്കും ചെറിയ ചെറിയ സൈനിക സംഘങ്ങളെ നിയോഗിക്കുക തുടങ്ങിയ നടപടികളിലൂടെ അദ്ദേഹം പഴശ്ശിക്കു വേണ്ടി ശ്രദ്ധാപൂർവം വലവിരിച്ചു. ഇതോടൊപ്പം മൈസൂർ അതിർത്തി മുതൽ താമരശ്ശേരി ചുരം വരെ നിരവധി കോട്ടകൾ നിർമ്മിച്ച് പ്രതിരോധ സന്നാഹം ശക്തിപ്പെടുത്തി. പിന്നീട് നടന്ന യുദ്ധങ്ങളിൽ പഴശ്ശിപ്പടയ്ക്ക് വലിയ ക്ഷീണമുണ്ടായി. പ്രധാനപ്പെട്ട പല അനുചരന്മാരും പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. പെരുവയ്യൽ നമ്പ്യാർ, ചുടലി നമ്പ്യാർ, കണ്ണവത്തു ശങ്കരൻ നമ്പ്യാർ തുടങ്ങിയവർ ഈ രീതിയിൽ പഴശ്ശിരാജയ്ക്ക് നഷ്ടപ്പെട്ടു.
ഈ അവസരത്തിലും തലയ്ക്കൽ ചന്തുവിന്റെയും എടച്ചന കുങ്കൻ നായരുടെയും നേതൃത്വത്തിൽ നേരിയ മുന്നേറ്റങ്ങൾ പഴശ്ശിപ്പടയ്ക്കുണ്ടായി. എങ്കിലും ബ്രിട്ടീഷുകാരുടെ പ്രതിരോധം ശക്തമായി തന്നെ തുടർന്നു. ഈ പ്രതിരോധ സന്നാഹങ്ങൾക്ക് ശക്തി കൂട്ടുവാനായി കോൾക്കാർ എന്ന പേരിൽ ഒരു പ്രാദേശിക പോലീസ് വിഭാഗത്തെയും ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ചു. പഴശ്ശി അനുകൂലികളുടെ പ്രാദേശിക കലാപങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് ഈ അഞ്ചാം പത്തിയുടെ സേവനം വലിയ സഹായമായി. തുടർന്ന് തോമസ് ഹാർവേ ബാബർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം പഴശ്ശി രാജാവിനെ വനാന്തരങ്ങളിൽ പിന്തുടർന്നു. പിന്നീട് നടന്ന ഏറ്റുമുട്ടലിൽ വെച്ച് പഴശ്ശി രാജ വധിക്കപ്പെട്ടു. ഇത് 1805 നവംബർ 30-നായിരുന്നു. ഈ ധീരദേശാഭിമാനി വയനാട്ടിലെ മാനന്തവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. വ്യക്തിപരമായ ലാഭഛേദങ്ങളുടെ പേരിൽ ആരംഭിച്ചതാണെങ്കിൽ പോലും പഴശ്ശിരാജയുടെ കലാപം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രോമാഞ്ചദായകമായ ഒരേടാണ്. ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ പ്രദേശത്തിന്റെ ഭരണാധികാരിക്ക് ബ്രിട്ടീഷ് സൈന്യത്തെ ഈ രീതിയിൽ വിറപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു സംഘടിത ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ ഒരു വിഷയമേ ആകുന്നില്ല എന്ന സത്യമാണ് പഴശ്ശിരാജ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിസ്മരണീയമായ ആ സമര പൈതൃകത്തിന്റെ പേരിൽ പഴശ്ശിരാജ എന്നെന്നും കേരളീയന്റെ ആവേശം തന്നെയായിരിക്കും.